എന്തായിരിക്കും രാഹുൽ പറഞ്ഞ ഹൈഡ്രജൻ ബോംബ്? വോട്ടുകളെ സംബന്ധിച്ച് ഒരു ഹൈഡ്രജൻ ബോംബ് പുറത്തു വരാനുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ത്യ സഖ്യത്തിൻ്റെ വോട്ടവകാശ യാത്ര സമാപന സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ്. ആറ്റം ബോംബ് എന്ന് കേട്ടിട്ടുണ്ടോ? അതിനേക്കാൾ വലുതെന്താണ്? ആറ്റം ബോംബിനേക്കാൾ വലുതാണ് ഹൈഡ്രജൻ ബോംബ്. നേരത്തെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ ആറ്റം ബോംബ് കാണിച്ചു. BJP കരുതിയിരുന്നുള്ളൂ, ഹൈഡ്രജൻ ബോംബ് വരുന്നുണ്ട്, വോട്ടുകൊള്ള രാജ്യം മുഴുവൻ അറിയാൻ പോവുകയാണ്. ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. BJP के लोग अच्छी तरह सुन लीजिए भैया, एटम बम का नाम सुना आपने? सुना है एटम बम का नाम? उससे बड़ा क्या होता है? उससे बड़ा क्या होता है? एटम बम से बड़ा हाइड्रोजन बम होता है नहीं होता है? माधवपुरा में हमने एटम बम दिखाया था. BJP के लोगों तैयार हो जाओ, हाइड्रोजन बम आ रहा है. हाइड्रोजन बम आ रहा है, तैयार हो जाइए. आपकी जो सच्चाई है, वोट चोरी की सच्चाई है, वो पूरे देश को पता लगने जा रही है. राइट? बिहार की जनता, बिहार के युवा, बिहार के महिलाओं से मैं धन्यवाद करना चाहता हूं. ये क्रांतिकारी प्रदेश है. इसने पूरे देश को मैसेज दिया कि वोट चोरी नहीं होने देंगे. और ये जो आपने बिहार में किया है, हमारी जो मदद की, ये पूरे देश में फैल गई है, कोने कोने में फैल गई है. आने वाले समय में मैं आपको गारंटी करके दे रहा हूं, हाइड्रोजन बम के बाद नरेंद्र मोदी जी अपना चेहरा इस देश को नहीं दिखा पाएंगे. നേരത്തെ രാഹുലിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഗാന്ധി സെ അംബേദ്കർ മാർച്ച് പോലീസ് തടഞ്ഞിരുന്നു. പറ്റ്ന ഡാക് ബംഗ്ലാവ് ക്രോസിംഗിൽ വെച്ചാണ് പോലീസ് മാർച്ച് തടഞ്ഞത്. നിയന്ത്രിത മേഖലയാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷ സഖ്യത്തിൻ്റെ മാർച്ച് പോലീസ് തടഞ്ഞത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ബീഹാർ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ്, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോരൻ, തൃണമൂൽ നേതാവ് യൂസഫ് പഠാൻ തുടങ്ങിയ നേതാക്കൾ അണിനിരുന്ന മഹാറാലിയാണ് പോലീസ് തടഞ്ഞത്. ഓഗസ്റ്റ് 17 ബീഹാറിലൂടെ ആരംഭിച്ച വോട്ട് അധികാർ യാത്രയുടെ സമാപനത്തിൻ്റെ ഭാഗമായാണ് ഗാന്ധി സെ അംബേദ്കർ മാർച്ച് പട്ന നഗരത്തിൽ സംഘടിപ്പിച്ചത്.